മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കോഴിക്കോട് ഒരു കുഞ്ഞു ഫ്ലാറ്റിൽ വെറും 10 പേർക്ക് കോച്ചിങ് എടുത്തായിരുന്നു തുടക്കം. ഒരു മാസം കൊണ്ട് 10 പേരിൽ നിന്നും 54 സ്റ്റുഡൻസ് ആ ബാച്ചിൽ ജോയിൻ ചെയ്തു. ആദ്യം ജോയിൻ ചെയ്ത 10 സ്റ്റുഡൻസ് മുതൽ ആ മാസം ജോയിൻ ചെയ്ത 54 പേർക്കും ക്ലാസ്സസ് കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസും അന്ന് തൊട്ടേ പ്രൊവൈഡ് ചെയ്തു. അന്ന് ബുക്ക് പ്രിന്റ് ചെയ്യാനും അത് സ്റ്റുഡൻസിന് അയക്കാനും 4 പ്രിൻസ് കാലിക്കറ്റാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇന്നും അവർ തന്നെയാണ് കേട്ടോ ഈ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഫാർമസി ഗ്രാജുവേറ്റ്സ്. അവരുടെ നാട്ടിലെ തൊഴിൽ ലഭ്യത കുറവ്, അതുപോലെ തന്നെ സാലറി കുറവ്. അതുകൊണ്ട് തന്നെ അവർ GCC രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും പോകുന്നു. ഒരു ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷനിലേക്ക് ഫാർമസി ആസ്പിരൻസിനെ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഡോക്ടർ ആദിരാജു പുതിയൊരു എഡ്യൂക്കേഷൻ വെഞ്ചർ ആയതുകൊണ്ടും അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാദമി എന്ന് പേര് വന്നു. തുടക്കത്തിലെ 54 സ്റ്റുഡൻസ് എന്നത് ഒരു ചെറിയ സംഖ്യയാണെങ്കിലും ഈ 54 പേരോടുമുള്ള റെസ്പോൺസിബിലിറ്റി അത് വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ തുടക്കം മുതലേ കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്നതും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതും ആൻഡോ ജോൺ ഹാൻഡിൽ ചെയ്തു. അന്ന് ഒരുപാട് രാത്രികൾ ഉറങ്ങാതെ ഇതിനായി ചെലവഴിച്ചപ്പോൾ മാർക്കറ്റിങ്ങും അക്കൗണ്ട്സും പാർട്ട്ണർ ആദിരാജോയ് ഹാൻഡിൽ ചെയ്തു. പിന്നീട് ഒരു സന്ദർഭത്തിൽ സഹോദര തുല്യനായ ദേവദത്തൻ നായർ കടന്നു വരികയും അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ മൊത്തം ഏറ്റെടുക്കുകയും ഇവർ 3 പേരും ഒരുമിച്ച് മെഡ്വെഞ്ചറിനെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്മുടെ അക്കാദമിയുടെ ഏറ്റവും വലിയ പ്രൊമോട്ടേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. ഈ 54 സ്റ്റുഡൻസിൽ നിന്നും 300 സ്റ്റുഡൻസിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് വളരാൻ സാധിച്ചത് അവരുടെ റെഫറൻസിലൂടെയാണ്. ഇവിടെ പഠിച്ച സ്റ്റുഡൻസ് അവരുടെ ഫാമിലിയിൽ, അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാദമിയുടെ കോച്ചിങ് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ഈ ഫാമിലി വളർന്നു. കൂടുതൽ സ്റ്റുഡൻസ്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാലം ഡോക്ടർ ആൻഡ്രോ ജോൺ എങ്ങനെ ഓരോ സ്റ്റുഡൻസിനെയും ഹാൻഡിൽ ചെയ്തോ അതുപോലെ അതിൽ ഒട്ടും കുറയാതെ സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനും പുതിയ 2 ഫാക്കൽറ്റീസിനെ ഹയർ ചെയ്തു. ഡോക്ടർ അറീന റോസ്, അതുപോലെ ഡോക്ടർ ജലാനി രാജു. അതോടൊപ്പം അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ ഫെർസീൻ, കണ്ടന്റ് ക്രിയേഷനും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും അജിത്ത് ആൻ്റണിയും ജോയിൻ ചെയ്തു. അജിത്ത് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഇന്നും മെഡ്വെഞ്ചറിൻ്റെ ഭാഗമാണ്. അങ്ങനെ 2 പേരിൽ നിന്നും തുടങ്ങിയ ഈ ഫാമിലി 7 പേരിലേക്ക് വളർന്നു. ഈ ജേണിയിൽ ഇതിൻ്റെ കൂടെ വളർന്ന കമ്പനിയാണ് മെഡിച്ചർ കൺസൾട്ടൻസി. അതിനൊരു കാരണമുണ്ട്. 2 സ്ഥാപനങ്ങളും ഒരുമിച്ചാണ് തുടങ്ങിയത്. മെഡ്വെഞ്ചറിലെ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് തുടക്കം മുതലേ ഹാൻഡിൽ ചെയ്യുന്നത് മെഡിച്ചർ കൺസൾട്ടൻസിയാണ്. മെഡ്വെഞ്ചർ എങ്ങനെ അവരുടെ സർവീസ് ക്വാളിറ്റി ആദ്യം മുതലേ കീപ്പ് ചെയ്യുന്നോ അതുപോലെ തന്നെയായിരുന്നു മെഡിച്ചർ കൺസൾട്ടൻസിയും. സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുന്നതിനൊപ്പം കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ എണ്ണവും കൂടി വന്നു. അങ്ങനെ ആ ഫാമിലിയിലേക്ക് അഡ്മിൻ ആൻഡ് HR പോസ്റ്റിലേക്ക് വൈഷ്ണവ് വന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിലേക്ക് ഹിഷാം. പിന്നെ എഫിഷ്യൻറ്റ് അതുപോലെ സ്മാർട്ടായിട്ടുള്ള 3 ഫാക്കൽറ്റീസ്: ജാൻസി ജേക്കബ്, ഡോക്ടർ കൃപ വർഗീസ്, ഡോക്ടർ ചിന്നു റോയ്. ചിന്നു ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ DHS സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റികളിൽ ഒരാൾ നമ്മുടെ ചിന്നുവാണ്. പിന്നെ ഇവരുടെ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഷൂട്ട് ചെയ്യാൻ ഒരു വീഡിയോഗ്രാഫർ കൂടെ വേണമായിരുന്നു. അതിനുവേണ്ടി ജവാദ് ജോയിൻ ചെയ്തു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു അക്കാദമിക് കൗൺസിലർ കൂടെ വേണമായിരുന്നു. അങ്ങനെയാണ് കാവ്യ സുരേന്ദ്രൻ ആ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. മെഡ്വെഞ്ചർ പിന്നീട് ഫോക്കസ് ചെയ്തത് കൊടുക്കുന്ന സർവീസിൽ എത്രത്തോളം മാക്സിമം ക്വാളിറ്റി എത്തിക്കും എന്നതിലായിരുന്നു. മികച്ച ടീം ബിൽഡ് ചെയ്യാൻ മികച്ച റിക്രൂട്ട്മെൻറ്റ് തന്നെ നടത്തണം. അങ്ങനെയാണ് സുഹൃത്തായ അനി മുഹമ്മദ് മെഡ്വെഞ്ചറിന് വേണ്ടി എഫിഷ്യൻ്റായ ആളുകളെ റിക്രൂട്ട് ചെയ്ത് നൽകിയത്. അതിന് കൂടുതൽ ആളുകൾ ആവശ്യമായി വന്നു. അതിനെയെല്ലാം മാനേജ് ചെയ്യാൻ
നല്ലൊരു ലീഡർഷിപ്പും ആവശ്യമായി വന്നു. അങ്ങനെ അഖിൽ HR റോളും കൂടെ മാനേജ്മെൻറ്റും ഏറ്റെടുത്തു. അതൊരു വലിയ ടീമായിരുന്നു. ഡോക്ടർ ആദിത്യ സുനിൽ, ഡോക്ടർ എൽദോ പോൾ, ഡോക്ടർ റില്ലി അനിൽ മാത്യു, ദാക്ഷായണി ദിലീപ്, സുദീപ് മേനോൻ, ശ്രീഷ്മ KK, റിസ്വാന ഇക്ബാൽ, ഡോക്ടർ കാർത്തിക കൃഷ്ണ, ഗോകുൽ, ഡോക്ടർ ആഷ്ലി വർഗീസ്. ഇത്രയും ഫാക്കൽറ്റീസ് മിഡ്വെഞ്ചർ ഫാമിലിയുടെ അംഗമായി. എഡിറ്റിങ്ങിനും വീഡിയോ ഷൂട്ടിങ്ങിനുമായി അഭിമന്യു, എബിൻ തോമസ്, ഈ രണ്ടാളും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ മാനേജർ പോസ്റ്റിലേക്ക് മുഹമ്മദ് റാഷിക്കും. ഒരുപാട് സ്റ്റുഡൻസ് എൻക്വയറി വരുന്നതുകൊണ്ട് തന്നെ അക്കാദമിക് കൗൺസിലർ ആൻഡ് വീഡിയോ പ്രസൻറ്റേഷൻ റോളിലേക്ക് ഖദീജ ഹസൻ ജോയിൻ ചെയ്തു. അങ്ങനെ മിഡ്വെഞ്ചറിനെ ഒരു പ്രീമിയം ക്വാളിറ്റി സർവീസ് പ്രൊവൈഡറാക്കാൻ ഇവരെല്ലാവരും പരിശ്രമിച്ചു. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഒരുപാട് ചലഞ്ചസും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് അക്കൗണ്ട്സിൻ്റെ കാര്യത്തിലായിരുന്നു. അതിൽ ഒരുപാട് കൺഫ്യൂഷനും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മുടെ കാലിക്കറ്റുള്ള ഇഷിത തരുൺ അസോസിയേറ്റ്സിനെ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നീട് അക്കൗണ്ട്സിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ക്ലാസ് പ്ലസ് എന്ന തേർഡ് പാർട്ടി ആപ്പായിരുന്നു അതുവരെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്തത്. എന്നാൽ അതിലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. അങ്ങനെ സ്വന്തമായൊരു എഡ്യൂക്കേഷൻ ആപ്പ് എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് കാലിക്കറ്റിൽ തന്നെ ടോപ്പായിട്ടുള്ള നോവി ഇൻഡസ് ടെക്നോളജീസിനെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ആപ്പ് റിലേറ്റഡ് ഇഷ്യൂസിന് പരിഹാരമായി മിഡ്വെഞ്ചർ ആപ്പ് ലോഞ്ച് ചെയ്തു. മിഡ്വെഞ്ചർ കാലിക്കറ്റ് ബിസിനസ് പാർക്കിൽ ഹെഡ് ക്യൂ കോവർക്കിംഗ് സ്പേസിൽ ഒരു ഓഫീസ് എടുക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ഒരുമിച്ച് കൊണ്ടുവന്നൊരു സമയമായിരുന്നു. അന്ന് മിഡ്വെഞ്ചറിലുണ്ടായിരുന്ന എംപ്ലോയീസിൽ പലരും അവരുടെ ഹയർ സ്റ്റഡീസിനും അതുപോലെ വിദേശത്ത് ജോലി ആവശ്യത്തിനുമായി പോയി മിഡ്വെഞ്ചറിൽ നിന്നും തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞു. ഒരു ടീം അവരുടെ മിഡ്വെഞ്ചറിലെ റോൾ കംപ്ലീറ്റ് ആക്കി ഇവിടെ പറഞ്ഞപ്പോൾ അവരെ പോലെ തന്നെ എഫിഷ്യൻ്റായ മറ്റൊരു ടീം ബിൽഡ് ചെയ്തു. അക്കാദമിക് മാനേജർ പോസ്റ്റിലേക്ക് സത്യജിതൻ അതുപോലെ അശ്വിൻ ഗംഗാധരൻ ഇവർ വന്നു. HR പോസ്റ്റിലേക്ക് ആര്യ. പിന്നെയുള്ളത് ഫാക്കൽറ്റി ടീമാണ്. ഡോക്ടർ അമൽ കൃഷ്ണൻ, ഡോക്ടർ ജെലിൻ ജോൺസൺ, നിലീന ആൻ വർഗീസ്, ഫൗസ M, ഡോക്ടർ മരിയ ജേക്കബ്, ഡോക്ടർ ജെൻസി ആൻ രാജു, ഡോക്ടർ മുനീർ T, ഡോക്ടർ സാന്ദ്ര മരിയം ബേബി. ഇവരെ കൂടാതെ അക്കൗണ്ട്സിൽ അഞ്ചലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് സായി പ്രേമവും. ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് മിഡ്വെഞ്ചർ അതിൻ്റെ 3ാം വാർഷികം ആഘോഷിക്കുന്ന സമയം കൂടിയാണ്. ആദം ഗ്രൂപ്പായിരുന്നു മിഡ്വെഞ്ചർ 3.0യുടെ എല്ലാ മേൽനോട്ടവും വഹിച്ചത്. അതുപോലെ JCI പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ്റെ പിന്തുണ, അവരുടെ സപ്പോർട്ട്, അവരുടെ നെറ്റ്വർക്കിംഗ് കൂടുതൽ പേരിലേക്ക് മിഡ്വെഞ്ചറിനെ കൊണ്ടുവന്നെത്തിച്ചു. ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷനാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യയിലെ തന്നെ മികച്ച ഫാർമസിസ്റ്റ് കോച്ചിങ് അക്കാദമിയായി മിഡ്വെഞ്ചർ മാറാൻ കാരണം. ഏറ്റവും ഫൈനസ്റ്റ് ക്ലാസ്, ഫൈനസ്റ്റ് മെറ്റീരിയൽ, ഒരുപാട് സ്റ്റുഡൻസ് മിഡ്വെഞ്ചറിനെ തേടി വന്നു. ഇനി വേണ്ടത് അപ്ഡേഷനാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ അറിഞ്ഞുള്ള പഠനം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കൂ. ഡോക്ടർ അസ്ന ഹസൻ, ഡോക്ടർ ജുബൈരിയ, റൈഹാനത്ത്, നൗറിൻ, ഡോക്ടർ ടെസിംഗ്, അഷിക, ഡോക്ടർ ദിലീപ്, ഇത്രയും ഫാക്കൽറ്റീസാണ് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കാനും നമ്മുടെ കൂടെയുള്ളത്. ചെറിയൊരു കാലയളവിലേക്കാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുൾ ബാസിദ്, ഡോക്ടർ അഭിറാം, അഞ്ജന മോഹൻ, ഇവരൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയാണ് ഇവിടെ നിന്ന് പോയത്. ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസും സ്റ്റുഡൻസിനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നതിലുപരി ഓരോ സ്റ്റുഡൻസിനും മാനസിക പിന്തുണ കൂടെ നൽകുന്നുണ്ട്. ഇന്ന് മിഡ്വെഞ്ചർ ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമല്ല, ജനറലായ ഒരുപാട് അവെയർനെസ് പോഡ്കാസ്റ്റിലൂടെയും റീൽസിലൂടെയും പബ്ലിക്കിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അർബാസ്, നൗഷിദ്, വീഡിയോ എഡിറ്റിങ്ങിന്
മുഹമ്മദ് സിനാൻ, കോണ്ടന്റ് ക്രിയേഷന് സൗരവ്, ഈ ജെൻസി ടീമും പുതിയ അക്കൗണ്ടൻ്റായി നിഹാദും നമ്മളോടൊപ്പം ഉണ്ട്. മൊത്തം 54 പേരുടെ വലിയൊരു ഫാമിലിയാണ് ഇന്ന് മിഡ്വെഞ്ചർ.